നമസ്കാരം. ഞാൻ സാധാരണയായിട്ട് സംസാരിക്കുന്നത് വനവൽക്കരണത്തെക്കുറിച്ചും പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചൊക്കെയാണ്. പക്ഷെ അത് കുറച്ചുകൂടെ വ്യാപകമായിട്ട് ലാൻഡ് റിസ്ട്രിക്ഷൻ എന്ന ഏരിയയിൽ വളരെ വലിയ ഒരു ഉയരത്തിലെത്തിയ ഒരു മലയാളിയുണ്ട്. ഒരുപക്ഷേ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ലാൻഡ് റിസ്ട്രിക്ഷൻ പ്രോജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊന്നിൽ ഇരിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ മറ്റ് പലതരത്തിൽ നമുക്കറിയാം. എഴുത്തുകാരൻ എന്നുള്ള നിലയിലും ദുരന്ത നിവാരണ അതോറിറ്റി എന്നുള്ള നിലയിലും എൻവയോൺമെൻറ്റ് എഞ്ചിനീയർ എന്നുള്ള നിലയിലും ഒക്കെ അറിയാം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വഹിക്കുന്ന ചുമതലയുടെ പ്രത്യേകത ലോകത്തിലെ തന്നെ അപൂർവമായ ജോലികളിൽ ഒന്നാണെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ കേൾക്കാം. നമ്മുടെ ഈ ഇബിൻ ബത്തൂത്തയെക്കുറിച്ച് പറയുമ്പോഴേ ലോകത്ത് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ഹാജിയാരെന്ന് പറയാറുണ്ട്. കാരണം അദ്ദേഹം ആദ്യം പോയിട്ട് 28 കൊല്ലം കഴിഞ്ഞ മറ്റാണ് തിരിച്ച് ടുണീഷ്യയിൽ ചെല്ലുന്നത്. എന്നിട്ട് വീണ്ടും പോകാൻ തുടങ്ങിയപ്പോൾ ഇതുവരെ കണ്ടതൊക്കെ എഴുതി വെക്കാനായിട്ട് അവിടുത്തെ രാജാവ് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതി വെക്കാൻ. അപ്പോൾ താങ്കൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച മലയാളിയാവാനൊരു സാധ്യതയുണ്ട്. കാരണം നമ്മൾ രാവിലെ വിളിക്കുമ്പോൾ ബ്രസീലിലായിരിക്കും, ഉച്ചയ്ക്ക് വിളിക്കുമ്പോൾ കെനിയയിലായിരിക്കും. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഈ സഞ്ചാരം ഇതിൻ്റെ തുടക്കം സഞ്ചാരത്തിലുള്ള താല്പര്യം കൊണ്ട് ഇത്തരം ഒരു ജോലി എടുത്താണോ അതോ ജോലി കൊണ്ട് സഞ്ചരിക്കേണ്ടി വന്നതാണോ? രണ്ടുമുണ്ട് വാസ്തവത്തിൽ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കഥയുണ്ട്. ഞാൻ വളരെ ചെറുതായിരുന്ന സമയത്ത് എൻ്റെ ചേച്ചിമാരെല്ലാം സ്കൂൾ ആനിവേഴ്സറിക്ക് പോകുമായിരുന്നു. അപ്പോൾ ഞാനും ഡ്രസ്സ് ഇട്ടിട്ട് അവരുടെ പുറകെ ഓടി. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ മോൻ പോകണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടം, കരച്ചിലൊക്കെ തുടങ്ങി. അപ്പോൾ അമ്മ പറഞ്ഞു, മോൻ വലുതായി കഴിഞ്ഞാൽ മോൻ എവിടെ പോയാലും ഞാൻ ഒബ്ജക്റ്റ് ചെയ്യില്ല, ഇന്ന് പോകണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം വാസ്തവത്തിൽ അമ്മ ഒരിക്കലും ഞാൻ എവിടെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ പോകുകയാണെന്ന് പറഞ്ഞാലും ഗാസയിൽ പോകുകയെന്ന് പറഞ്ഞാലും ഒന്നും അമ്മ അതിന് ശേഷം ഒബ്ജക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ആ യാത്ര ചെയ്യാനുള്ളൊരു താല്പര്യം അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു. ചെറുപ്പകാലത്ത് അത്രമാത്രം സാധ്യതകളില്ലല്ലോ. അപ്പോൾ ഞാൻ വാസ്തവത്തിൽ ആദ്യമായിട്ട് യാത്ര ചെയ്ത് തുടങ്ങിയത് ഒരു തട്ടിപ്പ് പ്രസ്ഥാനത്തിലൂടെയാണ്. അതായത് ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞു, IIT എത്തുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു ഗ്രേഡൊക്കെ ഉള്ള ഡിഗ്രിയൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കും. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കും. അപ്പോൾ ഞാൻ ഭൂട്ടാനിലൊക്കെ പോയിട്ടുണ്ട്, അവിടെ ഏതോ പോളിടെക്നിക്കിൽ പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് യാതൊരു ഉദ്ദേശവുമില്ല പോകാനായിട്ട്. അപ്പോൾ ഇന്ത്യയിലെ പല നഗരങ്ങളും ഞാൻ അതുപോലെ കണ്ടത്. ഞാൻ ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്നത് പോലും ഇപ്പോൾ ബ്രൂണയിൽ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു. വാസ്തവത്തിൽ ആ ജോലി കിട്ടുമെന്ന് ഓർത്തിട്ടൊന്നുമല്ല. അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ചെന്നിട്ടാണ് ഇൻ്റർവ്യൂ. അപ്പോൾ ഇത് ഭയങ്കര ഒരു ചാൻസ് അല്ലേ. അപ്പോൾ അങ്ങനെ ആ തരത്തിൽ ഏതൊരു തന്ത്രം ഉപയോഗിച്ചും യാത്ര ചെയ്യുക എന്നുള്ളത് താല്പര്യം അതിന് ശേഷം ഉണ്ടായിരുന്നു. UN പോയത് യാത്ര ചെയ്യാനല്ല, പക്ഷേ UN എത്തിയപ്പോൾ അതിനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടി. ഇപ്പോൾ എത്ര രാജ്യങ്ങളിൽ പോയെന്ന് വല്ല ഓർമ്മയുള്ളതുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൂട്ടി നോക്കും. ഐ തിങ്ക് എനിവെയർ ബിറ്റ്വീൻ 120 to 130, 120-നും 130-നും ഇടയ്ക്ക് രാജ്യം. ഇനി അധികം ബാക്കിയില്ല. ഇല്ല, വാസ്തവത്തിൽ ഇനിയുള്ള രാജ്യങ്ങൾ പലതും വളരെ ചെറിയ ചെറിയ പൊട്ടും പൊടിയായിട്ടുള്ള രാജ്യങ്ങളാണ്. പ്രധാനമായിട്ടുള്ള ഇപ്പോൾ ലോകത്തൊരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 90% പോപ്പുലേഷൻ ജീവിക്കുന്ന രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ടാവും. ഈ ഭക്ഷണക്രമത്തിലൊക്കെ ഈ ഒരു പ്രശ്നമല്ലേ, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ആസ്വദിക്കാനായിട്ട് ഒരു ഭക്ഷണപ്രിയനാണെന്ന് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ആദ്യമായിട്ട് മാറ്റേണ്ടത് നമ്മളുടെ ഭക്ഷണം മാത്രമേ കഴിക്കൂ എന്നുള്ളൊരു ഒരു ശീലം മാറ്റണം. ഇപ്പോൾ നമ്മൾ ജപ്പാനിൽ ചെന്ന് കഴിഞ്ഞാൽ പൊറോട്ടയും ബീഫും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാത്ര ആസ്വദിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ എവിടെ ചെല്ലുമ്പോഴും അവിടുത്തെ ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെടും എന്നില്ല. കാരണം പല ഭക്ഷണവും നമ്മളൊരു അക്വയർഡ് ടേസ്റ്റാണ്. ഇപ്പോൾ ജാപ്പനീസ് ഫുഡ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ വളരെ താല്പര്യം തോന്നുന്ന ഫുഡല്ല. പക്ഷേ നമ്മൾ യാത്ര ചെയ്യുകയാണ്, അപ്പോൾ എല്ലാം അനുഭവിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡ് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു. ഇപ്പോൾ 30 വർഷമായല്ലോ പോയിട്ട്. അപ്പോൾ ലോകത്തെ ഒരു ഫുഡിനോട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു താല്പര്യക്കുറവോ ഇല്ല. നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ 3 മാസമൊക്കെ പിന്നെ ചോറ് പോലും കഴിക്കാറില്ല. താങ്കൾ ഈ ഓയിൽ ഇൻഡസ്ട്രിയിൽ നിന്നല്ലേ? നമ്മൾ അന്ന് പരിചയപ്പെടുന്ന കാലത്ത് ബർമ ഷെല്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ ഈ ദുരന്ത നിവാരണത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? വളരെ ആകസ്മികമായിട്ട് വന്നതാണ്. ഞാൻ ഷെല്ലിൽ ചെല്ലുന്ന സമയത്ത് എനിക്ക് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിലാണല്ലോ ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ ഒരു ദിവസം അവിടെ ഒരു ഓയിൽ സ്പിൽ ആക്ച്വലായിട്ട് ഉണ്ടായി. അത് ചില സാഹചര്യത്തിൽ അത് കൈകാര്യം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എൻ്റെ മേലെ ആദ്യം വന്നു. അന്ന് ഞാൻ ക്രൂഡ് ഓയിൽ കണ്ടിട്ട് പോലുമില്ല. ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ ബോസ് അവധിയിലായിരുന്നു. ഒഫീഷ്യൽ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഞാനായിരുന്നു എൻ്റെ ഉത്തരവാദി. ഞാൻ ജോലി ഏറ്റെടുത്തതിന് ശേഷം ഒരാഴ്ച പോലും ആയിട്ടില്ല. അപ്പോൾ ഐ വാസ് ഡ്രോപ്ഡ് ഇൻ ദ മിഡിൽ ഓഫ് എൻ ഓയിൽ സ്പിൽ. അപ്പോൾ ആ പോയിന്റിൽ ഐ ഹാഡ് 2 ഓപ്ഷൻസ്, ഇതർ റൺ അവേ ഓർ ഹാൻഡിൽ. അപ്പോൾ ഞാനത് കൈകാര്യം ചെയ്തു. ഭാഗ്യത്തിന് ആ ഓയിൽ സ്പിൽ വളരെ വഷളായില്ല. അപ്പോൾ അതിനുശേഷം ഒന്നിനു പുറകെ ഒന്നായി മറ്റുള്ള ഡിസാസ്റ്ററുകൾ കൈകാര്യം ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായി. ഞാൻ ജോലി ചെയ്ത സ്ഥലങ്ങളിൽ നിർഭാഗ്യവശാൽ അനവധി അപകടങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു 8 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഓയിൽ
ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് രംഗത്ത് വളരെ പരിചിത സമ്പന്നനായ ഒരാളായിട്ട് എനിക്ക് റെപ്യൂട്ടേഷൻ വന്നു. ഈ നേരത്തെ യാത്രയ്ക്ക് വേണ്ടി ഇന്റർവ്യൂവിന് പോയെന്ന് പറഞ്ഞ പോലെ ഈ ഡിസാസ്റ്റർ ഉണ്ടാക്കി പരിശീലിച്ചല്ലോ. സത്യത്തിൽ അങ്ങനെയല്ല, പക്ഷെ പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. ഇപ്പം എൻ്റെ ബോസ് എന്നോട് പറയാറുണ്ട്, അദ്ദേഹം അവിടെ 5 വർഷമായിട്ട് ജോലി ചെയ്തിട്ട് ഒരു മൈനർ സ്പില്ല് പോലും അവിടെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഒരാഴ്ച അവധിക്ക് പോകുന്നു, മേജറായിട്ട് സ്പില്ലുണ്ടാകുന്നു. 1997 ഇൻ്റർനാഷണൽ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഫയർ ഉണ്ടാകുന്നത്. അന്ന് ഞാൻ ആണ് അവിടെ പരിസ്ഥിതി കൈകാര്യം ചെയ്യുന്നത്. 40 വർഷത്തിന് ശേഷമാണ് ഒമാനിൽ ഒരു എണ്ണക്കിണറിന് തീ പിടിക്കുന്നത്. അന്ന് അവിടുത്തെ എമർജൻസി ടീമിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ അത് ആകസ്മികമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പക്ഷേ സീക്വൻസ് ആയിട്ട് സംഭവിക്കുമ്പോൾ വലിയ ഒരു സീരീസ് ഓഫ് ഡിസാസ്റ്റർ കൈകാര്യം ചെയ്തൊരു പരിശീലനം എക്സ്പീരിയൻസ് ഉണ്ടായി. ഇത് സാധാരണ നമുക്ക് സ്കൂളിൽ പഠിക്കാൻ പറ്റുന്നതല്ലല്ലോ. ആ ഒരു സാഹചര്യത്തിൽ വന്ന് പെട്ടാൽ മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാണത്. പ്രായോഗികമായിട്ടൊരു എക്സ്പീരിയൻസ് ഒരിക്കലും നമുക്ക് ഒരു അക്കാഡമിക് എൻവയോൺമെന്റിൽ അത് കിട്ടില്ല. അതിനുശേഷം UN വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ലോകത്ത് അവിടെ ഡിസാസ്റ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ഇടപെടും. പക്ഷേ ആദ്യത്തെ 8 വർഷം എന്ന് പറയുന്നത് പ്യൂർലി ആക്സിഡൻ്റലാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിന്ന് ലാൻഡ് റെസ്റ്റോറേഷനിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ലാൻഡ് റെസ്റ്റോറേഷനിൽ ശരിക്കും പറഞ്ഞാൽ താങ്കൾ ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ വലിപ്പം ഒരുപക്ഷെ എനിക്ക് തന്നെ മനസ്സിലായ അടുത്ത കാലത്താണ് നമ്മൾ ഇത്ര ഇൻട്രാക്ട് ചെയ്തിട്ടും. കാരണം 1 ബില്യൺ ഹെക്ടർ അല്ലേ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയേക്കാൾ വലിയൊരു ഭൂപ്രദേശം റിസ്റ്റോർ ചെയ്യുക, അവിടുത്തെ ഈ പരിസ്ഥിതി നാശം മാറ്റി തിരിച്ച് അതിനെ സ്വാഭാവിക സ്ഥലമായിട്ട് മാറ്റുക. ഇത്രയും വലിയൊരു അസൈൻമെന്റ് ഏറ്റെടുത്തിട്ട് എത്ര കാലമായി? ഇത് എന്ത് ധൈര്യത്തിലാണ് അത് ഏറ്റെടുത്തത്? 2022 ഞാൻ ഈ വർക്ക് ഏറ്റെടുക്കുന്നത്. ഞാൻ അന്ന് വരെ ചെയ്ത് ക്രൈസിസ് മാനേജ്മെൻറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം 2020 സൗദി അറേബ്യ G20 പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് അവർ തീരുമാനിച്ചു ദേ വിൽ ഇൻവെസ്റ്റ് ഹെവിലി ഇൻ ലാൻഡ് റെസ്റ്റോറേഷൻ. അപ്പോൾ സൗദി അറേബ്യയിൽ ധാരാളം ഡിഗ്രേഡഡ് ലാൻഡ് ഉള്ളൊരു സ്ഥലമാണല്ലോ. അവർ മറ്റുള്ള G20 പ്രസിഡൻസിനെ അല്ലെങ്കിൽ ഹെഡ് ഓഫ് സ്റ്റേറ്റിനെ കൺവിൻസ് ചെയ്തു. അതായത് ദിസ് ഇസ് വൺ ഏരിയ ഇമ്പോർട്ടൻറ്റ് ഫോർ ഹ്യൂമാനിറ്റി. അത് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ് താനും. കാരണം ബയോഡൈവേഴ്സിറ്റി ലോസിൻ്റെ അടിസ്ഥാന കാരണം ലാൻഡ് ഡിഗ്രേഡേഷനാണ്. ക്ലൈമറ്റ് ചേഞ്ച് ഡിഗ്രേഡേഷൻ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്, റെസ്റ്റോറേഷൻ കൊണ്ട് മിറ്റിഗേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഒരു വിൻ വിൻ സിറ്റുവേഷനാണ് ലാൻഡ് റെസ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ G20 കൺട്രീസ് എഗ്രീഡ് ടു ദാറ്റ്. അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ അണ്ടർ സെക്രട്ടറി ജനറൽ വാസ് ആക്ച്വലി മൈ ഫോർമർ ബോസ് ഇൻ UNEP. അപ്പോൾ അദ്ദേഹത്തിന് ആ സമയത്ത് തോന്നിക്കാണാം ഇങ്ങനെ വലിയ പ്രോജക്റ്റുകൾ കൈകാര്യം ചെയ്തുള്ള പരിചയമുള്ള ഒരാൾ വേണമെന്ന് തോന്നിക്കാണാം. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം എന്നോട് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ നോക്കുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ എനിക്ക് കേരളത്തിൽ ദുരന്തേട്ടൻ എന്നുള്ള പേരും മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നല്ല പൊതുവേ ലോകത്ത് അറിയപ്പെടുന്നൊരു സിറ്റുവേഷനാണല്ലോ. ഇപ്പോൾ ഏത് ഡിസാസ്റ്റർ ആണെങ്കിലും ഞങ്ങൾ കുറച്ച് ആളുകളാണ് അതിൻ്റെ 40 വർഷമായിട്ട് ബിൽഡ് ചെയ്തെടുത്തൊരു കരിയറാണ്. അപ്പോൾ വളരെ തോട്ട്ഫുള്ളായിട്ട് ചെയ്തതാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ ഈ 1 ബില്യൺ ഹെക്ടർ എന്ന് പറയുന്നത് അതും ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ഉൾപ്പെടുന്നതാണ്. ഇപ്പോൾ മാലദ്വീപ് തൊട്ട് റഷ്യ വരെയുള്ള എല്ലാ രാജ്യങ്ങളിലും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്നാലൊരു കൈ നോക്കി കളയാം. അതായത് ആദ്യമായിട്ട് ഓയിൽ സ്പില്ലിൽ യാതൊരു പരിചയമില്ലാതെ എങ്ങനെ എത്തിപ്പെട്ടോ അതേ സിറ്റുവേഷനിലാണ് 40 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ലാൻഡ് റെസ്റ്റോറേഷൻ അജണ്ടയിൽ എത്തുന്നത്. അതിനുശേഷം നമ്മൾ ആ വിഷയത്തെപ്പറ്റി കൂടുതൽ പഠിച്ചു. ഇപ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റീസ് മനസ്സിലായി. പക്ഷെ നമ്മളുടെ സ്ട്രോങ്ങസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് G20 ഒരു ബാക്കിംഗ് ആണ്. ഇപ്പോൾ G20 എന്ന് പറയുന്നത് ഇപ്പോൾ 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും ഉൾപ്പെടെ 21 അംഗങ്ങളുള്ളൊരു സംഘടനയാണ്. പക്ഷേ ബിറ്റ്വീൻ ദം they cover 85% of world's GDP, 85% of world's export. ഇപ്പോൾ ആഫ്രിക്കൻ യൂണിയനും കൂടി വന്നതോടെ ഏതാണ്ട് 80% ഓഫ് വേൾഡ് ലാൻഡ് മാസ്, അത്രമാത്രം പോപ്പുലേഷൻ. അപ്പം ഇത്രയും സംവിധാനങ്ങളും റിസോഴ്സും ഉള്ള രാജ്യങ്ങളുടെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് നേരിട്ട് കമ്മിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള റിസോഴ്സ് വരും. അപ്പം അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് നമ്മളിതിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പ്രവർത്തനത്തിൻ്റെ ഒരു രീതി ഒന്നും കാരണം ഇത് ചെറിയൊരു കാര്യമല്ലല്ലോ. കാരണം വളരെ വലിയൊരു ഏരിയ കവർ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് മറ്റേ ഒരു തരത്തിൽ ചെയ്യാനൊക്കില്ല. ഒരു പ്രൊഫഷണൽ ഏജൻസി വെച്ചോ ഒന്നും പറ്റില്ല. ഒരു മാസ് പാർട്ടിസിപ്പേഷൻ എന്നുള്ളതാണ് എൻ്റെ ഒരു ബേസ് അല്ലേ? അതെ. അപ്പോൾ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ടല്ല ലാൻഡ് റെസ്റ്റോറേഷന് ശ്രമിക്കുന്നത്. വേറെ അനവധി ആളുകൾ, അനവധി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2011 ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ബോൺ ചലഞ്ച് എന്ന് പറയുന്ന ഒരു ഐഡിയ ആയിട്ട് വന്നു.
അന്ന് ഫോറസ്റ്റ് ലാൻഡ്സ്കേപ്പ് റെസ്റ്റോറേഷനാണ്. They wanted to restore, I think, 150 million hectares of forest by 2020 and then 300 million hectares by 2030. ആ ഐഡിയ ആയിട്ട് വന്നു. 2015 UN കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ദേ കെയിം വിത്ത് ദിസ് ഐഡിയ ഓഫ് ലാൻഡ് ഡിഗ്രഡേഷൻ ന്യൂട്രാലിറ്റി. അതായത് 2030 ആകുന്നതോടെ ഈക്വൽ എമൗണ്ട് ഓഫ് ലാൻഡ് ഷുഡ് ബി റെസ്റ്റോർഡ് ആസ് മച്ച് ഇറ്റ് ഈസ് ബീങ് ഡിഗ്രേഡഡ്. അപ്പോൾ അങ്ങനെ പല കമ്മിറ്റ്മെൻറ്റും ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. പക്ഷേ ആക്ച്വൽ റെസ്റ്റോറേഷൻ ഇസ് നോട്ട് ഹാപ്പനിങ്. അപ്പോൾ ദ ഫസ്റ്റ് തിങ് ഐ ഡിഡ് വാസ് വൈ ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം തീർച്ചയായിട്ടും അതിൻ്റെ വ്യാപ്തിയാണ്. ഈ സ്കെയിലിൽ അത് കൈകാര്യം ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് നാഷണൽ ലെവലിൽ ഒരു ലെജിസ്ലേറ്റീവ് അറേഞ്ച്മെൻറ്റ് വേണം. ഇൻ്റർനാഷണൽ കമ്മിറ്റ്മെൻറ്റുകൾ ലീഗലി എൻഫോഴ്സിബിൾ അല്ല. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യത്തിലൊക്കെ അറിയാമല്ലോ, 1992 മുതൽ ആളുകൾ കമ്മിറ്റ് ചെയ്യുന്നതാണ്. 97 ക്യോട്ടോ പ്രോട്ടോക്കോളിൽ ക്ലിയർ ആയിട്ട് ആളുകൾ പറയുന്നതാണ്. 2008 കോപ്പൻഹേഗനിൽ, 2015 പാരീസിൽ എല്ലാം ആളുകൾ അത് ചെയ്യാം ഇത് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആക്ച്വലായിട്ട് നടക്കുന്നില്ല. അത് അവരവരുടെ നാടുകളിൽ ലീഗലി എൻഫോഴ്സിബിൾ അല്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊരു ലോ ഉണ്ടെങ്കിൽ അത് സിറ്റിസന് കോടതിയിൽ പോയി എൻഫോഴ്സ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ പരമാവധി ഒരു 100 രാജ്യങ്ങളിലെങ്കിലും ഈ ഒരു നാഷണൽ നാച്ചുറൽ റെസ്റ്റോറേഷൻ ലോ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചാലഞ്ച്. ഭാഗ്യത്തിന് ഇപ്പോൾ ഇന്ത്യയിൽ ഒന്നും ചെയ്യാതെ വന്നു അല്ലേ? സുപ്രീം കോടതി ഇപ്പോൾ വിധിച്ചല്ലോ. അതെ, യൂറോപ്യൻ യൂണിയനിൽ കഴിഞ്ഞ പാർലമെൻറ്റിൽ വളരെ ശക്തമായൊരു നീക്കം നടന്നിരുന്നു ആ ലോ കൊണ്ടുവരാനായിട്ട്. അത് ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ഇപ്പോൾ നിൽക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഡസൻ കൺട്രീസ് അതുമായി. അമേരിക്കയിലെ പുതിയ ബൈഡൻ ഹാരിസ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്കയെ റെസ്റ്റോർ ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പലതരങ്ങളിൽ ഇപ്പോൾ ചൈനയിൽ വലിയൊരു പ്രോജക്റ്റ് ഓൾറെഡി നടക്കുന്നുണ്ട്. അവിടെ ചൈനയിൽ പിന്നെ നാഷണൽ ലെജിസ്ലേഷൻ വേണമെന്നില്ല, ഒരു പോളിസി ആണെങ്കിൽ പോലും ഗവൺമെൻറ് നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമല്ലോ. അപ്പം അങ്ങനെ മേജർ രാജ്യങ്ങളിൽ ഇപ്പോൾ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അത് മറ്റു രാജ്യങ്ങളിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചലഞ്ച്. അതിനുശേഷമാണ് ആളുകളുടെ പാർട്ടിസിപ്പേഷൻ എല്ലാം വരുന്നത്. ഞങ്ങളിതിനെ കാണുന്നത് ഇതുവരെ ലാൻഡ് ഡിഗ്രഡേഷൻ എന്ന് പറയുന്നത് ഒരു സാഡ് സ്റ്റോറിയാണ്. അപ്പോൾ എൻവയോൺമെൻറ്റൽ സാഡ് സ്റ്റോറികൾക്ക് യാതൊരു പഞ്ഞവുമില്ല. നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പൊതുവെ എൻവയോൺമെൻറ്റലിസ്റ്റുകളുടെ നെറേറ്റീവ് തന്നെ ലോകം ഗ്ലൂം ആൻഡ് ഡൂം ആണെന്നുള്ളതാണ്. പക്ഷെ പീപ്പിൾ റിയലി ഇൻ എ വേ അത് ശരിയാണെങ്കിൽ പോലും അങ്ങനെയുള്ള സ്റ്റോറി കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇതിനെ ആക്ട് ചെയ്യില്ല. ഞങ്ങൾ കാണുന്നത് ഇതിനെ ഒരു ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 ബില്യൺ ഹെക്ടർ റെസ്റ്റോർ ചെയ്യണമെങ്കിൽ അതിനൊരു $1.5 ട്രില്യൺ എക്കോണമി ഉണ്ടാകണം. അപ്പോൾ അതുണ്ടാക്കുന്ന ജോലി സാധ്യതകൾ, അതുണ്ടാക്കുന്ന എൻ്റർപ്രനർഷിപ്പ് സാധ്യതകൾ, അതിലേക്ക് എങ്ങനെയാണ് യങ് ജനറേഷനെ കൊണ്ടുവരാൻ സാധിക്കുന്നത്? ആ തരത്തിലാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റിനെ ഇപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നത്. ദാറ്റ് ഇറ്റ് ഈസ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഇതൊരു വേസ്റ്റ് ലാൻഡ് അല്ല, വേസ്റ്റഡ് ലാൻഡാണ്. അതിൽ കൂടെ നമുക്ക് ഗ്രീൻ ജോബ്സ് ഉണ്ടാക്കാൻ പറ്റും, സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ഉണ്ടാക്കാനായിട്ട് പറ്റും, ഗ്രീൻ എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ആ തരത്തിലാണ് ഞങ്ങൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ പൈസ ഉള്ള രാജ്യങ്ങളും പൈസ ഇല്ലാത്ത രാജ്യങ്ങളും ഉണ്ട്. ഈ പൈസ ഇല്ലാത്ത രാജ്യങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസോഴ്സിന് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക? അതെ, ഈ G20 രാജ്യങ്ങൾ കമ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദേ ആർ വില്ലിംഗ് ടു പുട്ട് ദാറ്റ് ടൈപ്പ് ഓഫ് റിസോഴ്സസ് ഇൻ ടു ഇറ്റ്. അതിന് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് നമ്മളുടെ കൃത്യമായിട്ടുള്ള പ്രോബ്ലം ഈ രാജ്യത്തെ. ഇപ്പോൾ മാലദ്വീപിലുള്ള ലാൻഡ് ഡിഗ്രഡേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് മാലിയിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ എല്ലായിടത്തും പോയി മരം വയ്ക്കുക എന്നുള്ളതല്ലല്ലോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റിങ് ട്രീ, അങ്ങനെയല്ല. അപ്പോൾ ഓരോ രാജ്യത്തെ പ്രശ്നം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണലായിട്ട് ഇപ്പോൾ തന്നെ ഒരു ആർക്കിടെക്ചർ ഉണ്ട് പലതരത്തിൽ ബയലാറ്ററൽ അസിസ്റ്റൻസിന്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനായിരിക്കാം, ഇപ്പോൾ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫണ്ട് വരുന്നു, അതിലൊരു ടാർഗറ്റ് 30% എക്കോസിസ്റ്റം വിൽ ബി റെസ്റ്റോർഡ് ആണ്. അപ്പോൾ ഈ പല മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് റിസോഴ്സസ് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ റിസോഴ്സസ് വിൽ നോട്ട് ബി ദ മെയിൻ ചാലഞ്ച്. നാഷണലായിട്ട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുക, ഏത് ലാൻഡാണോ റെസ്റ്റോർ ചെയ്യേണ്ടത് അത് ഐഡൻറ്റിഫൈ ചെയ്യുക ടു സ്റ്റാർട്ട് വിത്ത്, ഏത് തരത്തിലാണ്, ഏത് ടെക്നോളജിയാണ് വേണ്ടത്. ഇപ്പോൾ പല സ്ഥലത്ത് നമുക്ക് ടെക്നോളജി മതിയാകും. ഇപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഡിഗ്രേഡഡ് ലാൻഡിൽ വലിയൊരു പങ്ക് അഗ്രികൾച്ചർ ലാൻഡാണ്. ലോകം മൊത്തം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4.8 ബില്യൺ ഹെക്ടർ ലാൻഡാണ് അഗ്രികൾച്ചറിനായിട്ട് പോകുന്നത്. അപ്പോൾ അഗ്രികൾച്ചറിലെ റെസ്റ്റോറേഷൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ദ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി വിൽ ഗോ അപ്പ്. അപ്പോൾ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സെൽഫ് സസ്റ്റൈനിങ് ആണ്. അത് ചെയ്യാത്തതിൻ്റെ കാരണം രണ്ടാണ്. ഒന്ന്,
ഫാർമേഴ്സിന് അറിയില്ല എന്താണ് ഡിഗ്രഡേഷൻ. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ലോകത്ത് 609 മില്യൺ ഫാർമേഴ്സ് ഉണ്ട്. അതിൽ 10% മാത്രമേ 10 ഹെക്ടറിന് മുകളിൽ ഉള്ള ആളുകളുള്ളൂ. അതിൻ്റെ താഴെയുള്ള ആളുകൾക്ക് അവരുടെ ഭൂമിയെ പറ്റിയിട്ട് ശാസ്ത്രീയമായിട്ടുള്ളൊരു അറിവില്ല, പാരമ്പര്യമായിട്ടുള്ളൊരു അറിവുണ്ട്. അപ്പോൾ ലാൻഡ് ഡിഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൂ ശാസ്ത്രീയമായിട്ടൊരു കോണ്ടെക്സ്റ്റില്ല. അത് മനസ്സിലാക്കി അത് റെസ്റ്റോർ ചെയ്യാനുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടെന്ന് കണ്ടു കഴിയുമ്പോൾ they will multiply, they will invest, and maybe sometime you need initially some support. ആ തരത്തിൽ ആണ് ഈ മാസീവ് സ്കെയിലിലേക്ക് പോകാനായിട്ട് അവരെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആക്കുക. അതെ, തീർച്ചയായിട്ടും അതെ, അവരെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആക്കുക, റിസോഴ്സ് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുക. ആ റിസോഴ്സസ് പലപ്പോഴും ഫൈനാൻസിൽ കൂടുതൽ ടെക്നോളജി അല്ലെങ്കിൽ അഡ്വൈസ് ആയിരിക്കും ചെയ്യേണ്ടത് വരുന്നത്. അല്ല, ഇപ്പോൾ ഇതിന് കൂടെ തന്നെ ഒരു ചലഞ്ചും ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ കാണാത്ത തരത്തിലുള്ള ഈ ഹവായിലെ തീയെ, ടെക്സാസിലെ തീയെ, കാലിഫോർണിയയിലെ തീയെ, ന്യൂയോർക്കിൽ വെള്ളപ്പൊക്കം, ഗ്രീസിൽ വെള്ളപ്പൊക്കം, അപ്പോൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ടല്ലോ. നമ്മൾ ഒരു വസ്തുവിടെ റിസ്റ്റോർ ചെയ്ത് വരുമ്പോൾ മറ്റേ വസ്തുവിടെ ഹെവി ആയിട്ടുള്ള ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സും വരുന്നുണ്ട്. ഇപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഒരു ഇരട്ടി ചലഞ്ചസ് അല്ലേ? ആണ്. ഞങ്ങളിപ്പോൾ റെസ്റ്റോറേഷൻ എന്നുള്ള വാക്ക് തന്നെ ഒരു പരിധിവരെ ഞങ്ങളിപ്പോൾ ഉപയോഗിക്കാറില്ല. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ പണ്ടുള്ള ഏതോ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ പണ്ടുള്ളൊരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, ആ സ്ഥിതിയല്ല നിലനിൽക്കാൻ പോകുന്നത്. ഇപ്പോൾ ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള ഒരു നേച്ചർ ഫ്യൂച്ചർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ റെസ്റ്റോറേഷൻ എഫേർട്ട് ഹാസ് ടു ബി ഫുള്ളി അലൈൻ വിത്ത് ദ ക്ലൈമറ്റ് ചേഞ്ച് വിച്ച് ഇസ് ഹാപ്പനിങ്. അത് ക്ലൈമറ്റ് റെസിലിയൻസ് കൂട്ടുന്നത് കൂടിയായിരിക്കണം. ഇപ്പോൾ നമ്മൾ കാലിഫോർണിയയിൽ കൊണ്ടുപോയി മരം വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പ്രോബ്ലി വി ആർ ഗോയിങ് ടു ആഡ് ടു ദ പ്രോബ്ലം. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ റെസ്റ്റോറേഷൻ കാണുന്നതും അഡ്വൈസ് ചെയ്യുന്നതും. ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു പ്രശ്നമാണ് ശരിക്കും ഈ വെള്ളത്തിൻ്റെ പ്രശ്നം. ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ പലയിടത്തും ഈ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അശാസ്ത്രീയമായിട്ട് ഈ പുഴകളുടെ റെസ്റ്റോറേഷൻ ചെയ്യുന്നതുകൊണ്ട് വെള്ളം ചീത്തയാകുകയാണ് ഇതിന് നന്നാകുന്നതിന് പകരം. കാരണം ഒരു സൈഡിൽ ഭിത്തി കെട്ടുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ ഇത് ചെയ്യുന്നത്. അത് ആക്ച്വലി ഒരു സംരക്ഷണം, കരയ്ക്കുള്ളൊരു സംരക്ഷണമാണ്, വെള്ളത്തിനുള്ള സംരക്ഷണമല്ല. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ പ്രശ്നം എല്ലായിടത്തും കാണുന്നുണ്ട്. എവിടെയും ഇപ്പോൾ ബാംഗ്ലൂരിൽ 7000 കുഴൽക്കിണർ പറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ ആളുകൾ അടുത്തുള്ള മോളിൽ പോയി കുളിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട് പലയിടത്തെ. അതൊക്കെ ദീർഘകാലത്തിൽ പറ്റില്ല, കാരണം അവരും എക്കണോമിക് റീസൺസ് ഉണ്ടല്ലോ, അവർ സമ്മതിക്കില്ല. അപ്പോൾ ഈ വെള്ളപ്രശ്നം അത് നമ്മുടെ ഈ റെസ്റ്റോറേഷൻ്റെ കൂടെ വരുന്നതാണോ അതോ? അതെ. ഇപ്പോൾ ഈ 2021 മുതൽ 2031 വരെ ഡെക്കേഡ് ഫോർ എക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ ചലഞ്ചാണ്. അതിൽ അവർ പറയുന്നത് 300,000 ഹെക്ടേഴ്സ് ഓഫ് വെറ്റ്ലാൻഡ്, 300 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് വെറ്റ്ലാൻഡും 300,000 കിലോമീറ്റേഴ്സ് ഓഫ് റെയിൻ ഓഫ് റിവർ റെസ്റ്റോറേഷനും അതിൻ്റെ ഭാഗമാണ്. ആ വാട്ടർ റെസ്റ്റോറേഷൻ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗം. ലാൻഡ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ കടൽ ഒഴിച്ചുള്ളതെല്ലാം ലാൻഡാണ്. അപ്പോൾ വാട്ടർ ബോഡീസ് അതിൻ്റെ ഭാഗമാണ്, റിവർ അതിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഈ റിവർ റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത് നമ്മൾ 100% ചെയ്യേണ്ട ഒരു കാര്യമാണ്. റിവർ എന്ന് പറയുന്നത് നമ്മളുടെ ആർട്ടറീസ് പോലെയാണല്ലോ. പലപ്പോഴും ഈ റിവറിനെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നില്ല. റിവർ എന്ന് പറയുന്നത് വെള്ളം ക്യാരി ചെയ്യുന്ന ഒരു ചാനൽ മാത്രമല്ല, ഒരു കനാലല്ലല്ലോ റിവർ എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഒരു റിവർ റെസ്റ്റോറേഷൻ്റെ ഒരു അടിസ്ഥാനപരമായ പ്രശ്നം ലോകത്തെല്ലായിടത്തും ഉണ്ട്. റിവർ ബേസ്ഡ് അല്ല നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബൗണ്ടറീസ്. അപ്പോൾ പല ലാൻഡ് മാനേജ്മെൻറ്റും നടക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ബൗണ്ടറി വെച്ചിട്ടാണ്. പക്ഷേ റിവറിനെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത് ഈ ക്രഷ് ടു ദ ബീച്ചാണ് അല്ലേ, എവിടെ നിന്ന് തുടങ്ങുന്നത്. ഇപ്പം നമ്മൾ ഇരിക്കുന്നത് കരമനയാറിൻ്റെ അല്ല, ഇതിൽ തന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞപ്പോൾ ഇതിലൊരു രസകരമായ ഒരു സംഗതിയുണ്ട്. അത് തിരുവനന്തപുരം സിറ്റിയാണ്, ശരി, ഇത് വളപ്പിൽ പഞ്ചായത്തുമാണ്. പുഴയുടെ 2 കര, ഇത് മിക്കവാറും പുഴകളെല്ലാം അതിർത്തിയായിട്ട് വെച്ചിട്ട് ഒരു കര പഞ്ചായത്തോ അല്ലെങ്കിൽ കോർപ്പറേഷനോ വേറെ ഇവർ 2 പേർ കൂടി ഒരു തീരുമാനം എടുക്കാതെ ഇതിനകത്തൊന്നും ഒതുക്കുന്നില്ല. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഇതൊരു സൈഡ്, അതായത് 2 സൈഡും 2 പഞ്ചായത്തുകൾ അല്ലെങ്കിൽ 2 അഡ്മിനിസ്ട്രേറ്റീവ് ആവുന്ന ഒരു കാര്യം. 2 രാജ്യങ്ങൾ തന്നെ ഉണ്ട് പല സ്ഥലങ്ങളിലും. ഈ പല ട്രാൻസാക്റ്റുകളിൽ പല ജില്ലകൾ പല രാജ്യങ്ങളാവുന്ന വേറൊരു സൈഡിൽ കൂടെ. അങ്ങനെ നമുക്ക് റിവറിനെ നമുക്ക് റെസ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് റെസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇന്നലെ ഞാൻ ആരോടോ സംസാരിച്ചപ്പോഴേ യാദൃശ്യമായിട്ടൊരു സാധനം വന്നു. അപ്പോൾ ആരാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഫസറാണ് സോമശേഖരൻ എന്ന് പറയുന്നത്. പുള്ളി പറഞ്ഞ ഒരു സംഗതി, നമ്മൾ മരത്തിൻ്റെ എല്ലാ ചില്ലയും വെട്ടിക്കളയുന്ന പോലെയാണ് ഈ പുഴയുടെ എല്ലാ കൈവഴികളും നമ്മൾ അടക്കിയത്. ഇപ്പോൾ പുഴ എന്ന് പറഞ്ഞാൽ ആ നടുക വെള്ളം പോകുന്ന ഒരു അതാണ് പറഞ്ഞത്, കനാലാണെന്നുള്ള തെറ്റിദ്ധാരണ നമുക്കുണ്ട്. അങ്ങനെയല്ല, അത് പല സ്ഥലത്തും മാറും. അപ്പോൾ ഞാൻ
ബോണിലാണല്ലോ ഓഫീസ്. ഞാനിരിക്കുന്ന ഓവർലുക്കിംഗ് ദി റിവർ ബോണാണ്. അപ്പോൾ കഴിഞ്ഞൊരു 10-30 വർഷമായിട്ട് ബോണിൽ വെള്ളപ്പൊക്കം ഇങ്ങനെ കൂടി വരികയാണ്. ഞങ്ങളുടെ ഓഫീസ്, ഞാൻ 20ാമത്തെ ഫ്ലോറിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വൾണറബിൾ അല്ല. പക്ഷേ ഞങ്ങളിരിക്കുന്ന ഓഫീസ് വാസ്തവത്തിൽ വൾണറബിളാണ്. ഞങ്ങളുടെ മുറ്റത്ത് വരെ വെള്ളം വന്നു കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ യുണൈറ്റഡ് നേഷൻ യൂണിവേഴ്സിറ്റി അത് പഠിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത് വരുന്നത്. അവരന്വേഷിക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ട് വളരെ മാർഷിയായിട്ടുള്ളൊരു പ്രദേശമായിരുന്നു. ആ റിവർ ഇങ്ങനെ മിയാൻഡർ ചെയ്ത് വളഞ്ഞ് പോയിക്കൊണ്ടിരുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ അത് വളരെ അസൗകര്യമാണെന്ന് കണ്ട് പിന്നെ മറ്റുള്ള ചുറ്റുള്ള സ്ഥലങ്ങളിൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ആണെങ്കിലും മൈനിങ് ആക്ടിവിറ്റി ആണെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി റിവറിനെ വളരെ ഡീസൻ്റായിട്ട് നേർരേഖയിൽ ആക്കിയെടുത്തു. യൂറോപ്പിലെ അനവധി നഗരങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പല നഗരങ്ങളും റിവറിൻ്റെ സൈഡിലാണല്ലോ. വളരെ ട്രെയിൻ ചെയ്ത റിവർ എന്നാണ് പറയുന്നത്. ആ ട്രെയിൻ ചെയ്തുണ്ടാക്കിയ റിവറാണ് അത്. കൂടുതൽ ഈ മൊത്തം ഫ്ലോയെ ക്യാപ്ചർ ചെയ്യാനുള്ള കഴിവ് അതിനില്ല. എന്താ പറഞ്ഞാൽ ഈ ചുറ്റുമുള്ള വെറ്റ്ലാൻഡ് കൂടി ഇൻക്ലൂഡഡ് ആയിരുന്നു ആ റിവർ സിസ്റ്റത്തിൽ. അത് തിരിച്ചു കൊണ്ടുവരാതെ ആ റിവറിലെ ഫ്ലഡുകൾ നമുക്ക് ഒഴിവാക്കാനേ പറ്റില്ല. ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട്, ക്ലൈമറ്റ് ചേഞ്ച് റെസിലിയൻസിൻ്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിലും ഈ റിവറിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ചാനൽ, വാട്ടർ ബോഡീസ്, പെരി അർബൻ വെറ്റ്ലാൻഡ് ഇതെല്ലാം കണ്ടുപിടിച്ച് അതിനെ കൂടി കൊണ്ടുവരുന്നൊരു ഭാഗമാക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഈ മേക്കിംഗ് സ്പേസ് ഫോർ വാട്ടർ അല്ലെങ്കിൽ റൂം ഫോർ ദ റിവർ എന്നെല്ലാം പറയുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഒരു റിവറിനെ റെസ്റ്റോർ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഞാൻ ഒരു ഡോക്യുമെൻ്ററി കണ്ടപ്പോഴേ അതിൽ വളരെ രസമുള്ളൊരു വാചകം കണ്ടു. ഈ പുഴയ്ക്ക് വളരെ വലിയ ഓർമ്മശക്തി ഉള്ളതുകൊണ്ട് ഒരു സമയം വരും അത് പഴയ വഴിയെ തന്നെ ഒഴുകുക. അതായത് ഈ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ പണ്ട് നമ്മൾ ഈ മാറ്റിവിട്ട വഴി അതിന് തിരിച്ചു വരും എന്നുള്ളൊരു. അതെ, അത് പുഴ സ്വാഭാവികമായിട്ടും പുഴയുടെ ഓർമ്മശക്തി എന്ന് പറയുന്നത് ഹൈഡ്രോളിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഹൈഡ്രോളിക്സ് തീർച്ചയായിട്ടും ആ വഴിയിലായിരുന്നു കാണും. നമ്മൾ കുറച്ച് മതിലൊക്കെ കെട്ടി കുറച്ച് ട്രെയിൻ ചെയ്തൊക്കെ ഇരിക്കുന്നതുകൊണ്ട് സാധാരണ വർഷങ്ങളിൽ അതങ്ങനെ ഒഴുകും. പക്ഷെ ആവശ്യത്തിന് വെള്ളം വരുമ്പോൾ അതതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചാനൽ തിരിച്ചറിയും. ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻ വലിയൊരു പ്രശ്നമല്ലേ? കാരണം ഇപ്പോൾ ഇത്രയും ഈ 90% പോപ്പുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ലോകത്തെ ഭാഷകളുടെ ഏകദേശം 90% അതിനകത്ത് വരില്ലേ? അതെ. അപ്പോൾ എങ്ങനെ നമ്മൾ ഇവരോടെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അതെ, തീർച്ചയായിട്ടും വലിയൊരു ചലഞ്ചാണ്. ഞാനത് ഒന്ന്, നമ്മൾ സാധാരണഗതിയിലുള്ള തരത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാക്കിയാൽ അത് പല ലാംഗ്വേജുകളിലാക്കുക എന്നുള്ള രീതികൾ ചെയ്യും. ഇപ്പോൾ ഈ നിർമ്മിത ബുദ്ധി വന്ന കാരണം കുറച്ചുകൂടി എളുപ്പമാവുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, എങ്ങനെയാണിത് കുറച്ചുകൂടി ഈ മറ്റുള്ള ആളുകൾക്ക്, അതായത് എല്ലാ ഭാഷക്കാർക്ക് മാത്രമല്ല എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ലിറ്ററേറ്റ് അല്ലാത്ത ആളുകൾക്കും എല്ലാം എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ സമയം കിട്ടുമ്പോൾ കലാമണ്ഡലത്തിൽ ഒന്ന് പോകണമെന്ന് അതിനെപ്പറ്റി പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ആർട്ടിൽ കൂടെ, സംസാരിക്കാത്തൊരു ആർട്ടിൽ കൂടെ നമുക്ക് ഈ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇപ്പോൾ ഞങ്ങളെല്ലാ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ഇപ്പോൾ കഴിഞ്ഞ ദുബായിലായിരുന്നു. 1,00,000 ആളുകളാണ് അവിടെ വന്നത്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും മന്ത്രിമാരുണ്ട്, 10-50 രാജ്യങ്ങളിലെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, 1,00,000 മറ്റുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഉണ്ട്. അവരുടെ ഏത് ഭാഷയിൽ പറഞ്ഞാലും നമുക്ക് കുറേ സം പീപ്പിൾ വിൽ ബി എക്സ്ക്ലൂഡഡ്. പക്ഷേ സംസാരമില്ലാത്തൊരു ഭാഷ നമുക്കൊക്കെ കൂടെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ വളരെ രസകരമായിരിക്കും, കുറച്ചുകൂടെ ഇതായിരിക്കും. അപ്പോൾ അതുൾപ്പെടെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു താല്പര്യം. അത് വേറെ ആർട്ടിനെ എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാം? നമ്മൾ ശാസ്ത്രീയമായ ലേഖനങ്ങൾ എഴുതുന്ന ഒരു സൈഡിൽ കൂടെ, പക്ഷേ വി ഹാവ് ഓൾസോ ഹൗ ടു യൂസ് അതർ മീൻസ്. ഈ വർഷം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അവിടുത്തെ ജർമ്മനിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു മ്യൂസിയമായിട്ട് ചേർന്നിട്ട് ഒരു മേജർ ആർട്ട് എക്സിബിഷൻ ഞങ്ങൾ 6 മാസത്തേക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ 2500 വർഷം മുമ്പ് വാട്ടറും ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിഫാക്റ്റുകൾ മുതൽ ഇപ്പോൾ നടക്കുന്ന കാലാവസ്ഥ, ഈ ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്ന സമരമുണ്ടല്ലോ, ആ സമരത്തിന് ഉപയോഗിക്കുന്ന ബാനറുകൾ വരെ ഉള്ള കാര്യങ്ങൾ ഒരു സൈഡിൽ കൂടെ, മറ്റുള്ള ഫിസിക്കൽ ഒബ്ജക്ട്സ്, പല സ്ഥലങ്ങളിൽ നിന്നുള്ള വെള്ളം, മണ്ണ്, ഇതെല്ലാം കൊണ്ടുവന്ന് ആളുകളെ അതുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു എക്സിബിഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഫോർമൽ ലീഗൽ സയൻറ്റിഫിക് കമ്മ്യൂണിക്കേഷന് പുറമെ ആർട്ടിൽ കൂടെ കൂടി ആളുകളുടെ ഹൃദയത്തിലേക്ക് എത്താനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും വേണ്ടിവരും. ഇത്രയും വലിയൊരു ടാസ്ക് ഇപ്പോൾ കയ്യിലിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതുവരെ ഉള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിൻ്റെ ഒരു അച്ചീവബിലിറ്റിയെ കുറിച്ച് എന്ത് തോന്നുന്നു? നമ്മൾ ഇൻ്റർനാഷണൽ ആയിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആസ്പിറേഷണലാണ്. നമ്മൾ ഈ ഒരു ഡാം ഉണ്ടാക്കുന്ന പോലെ കൃത്യമായിട്ട് നീളത്തിലും വീതിയിലും ഒരു സമയത്ത് ചെയ്തു തീർക്കാനായിട്ട് ഒക്കില്ല. നമ്മളുടെ ഒരു ഡയറക്ഷനാണ്. ഇപ്പോൾ 1 ബില്യൺ ഹെക്ടറാണ് നമ്മൾ റെസ്റ്റോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ലെറ്റ്സ് സേ നമ്മൾ ഓൺലി അച്ചീവ് 500 മില്യൺ. ഇറ്റ്സ് ആക്ച്വലി മച്ച് ബെറ്റർ ദാൻ വാട്ട് വി വർ ബിഫോർ.
അപ്പോൾ ഒരു ആസ്പിറേഷണൽ ആയിട്ടുള്ള നമ്പർ കൊടുത്താൽ മാത്രമേ മറ്റുള്ള ആളുകൾക്ക് ആ സ്കെയിൽ ഓഫ് ദ പ്രോബ്ലം മനസ്സിലാവുകയുള്ളൂ. പിന്നെ ഇതിൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഒരു വലിയ ഫാക്ടറാണ്. ആണ് അത് നമുക്ക് അത്ര എളുപ്പം പറ്റുന്ന ഒരു കാര്യമല്ല. അതെ. അപ്പം ഞാൻ ഇതിൽ ശ്രമിക്കുന്നത് ഫണ്ടമെൻ്റലായിട്ട് ഈ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരാനാണ്. അതായത് ഇത് നമ്മളൊരു പരിസ്ഥിതി സംരക്ഷണം ഫോർ ഇറ്റ്സ് ഓൺ സേക്ക് അല്ല, ഇത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്, പ്രായോഗികമായിട്ട് ബെനിഫിറ്റ്. ഫാർമേഴ്സിനാണെങ്കിൽ തീർച്ചയായിട്ടും it is going to increase their productivity and therefore it will increase their yield as well as value of their land. Therefore you will invest. യങ്സ്റ്റേഴ്സിനോട് ഞാൻ പറയുന്നത് എന്താ പറയുകയാണെങ്കിൽ, യു ക്യാൻ ഹാവ് എ സ്റ്റാർട്ടപ്പ് വിത്ത് ലാൻഡ്. അപ്പോൾ അങ്ങനെ ഓൾറെഡി ഇപ്പോൾ ആളുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം ഞങ്ങളൊരു ഗ്ലോബൽ കോൾ ഔട്ട് നടത്തിയിരുന്നു. 215 സബ്മിഷൻസ് ഉണ്ട്. ദേ ആർ യൂസിങ് ലാൻഡ് ആസ് എ പ്ലാറ്റ്ഫോം ടു ഡെവലപ്പ് എ ബിസിനസ്. ഇപ്പോൾ ഞങ്ങൾ അവരിൽ 100 പേരെ ട്രെയിൻ ചെയ്ത് അവർക്ക് ഒരു സീഡ് ക്യാപിറ്റൽ എല്ലാം കൊടുത്ത് അതിനെ സ്കെയിലപ്പ് ചെയ്യാനുള്ളൊരു ശ്രമമാണ്. നൗ വി വാണ്ട് ടു take that to 1 million youngsters around the world and say, look, someone in Bangladesh is using this technology, investing $2,000 and employing 5 people and making money. Now, why don't you do it in Malawi, or why don't you do it in other places? ആ തരത്തിൽ ഒരു ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടാർഗറ്റിലും എക്സീഡ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇറ്റ് ഈസ് പേയിങ് ഫോർ ഇറ്റ് സെൽഫ്. കൂടുതൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് വരികയാണ്. ടൂറിസം സെക്ടറൊക്കെ അതുപോലെ ഒരു സ്ഥലമാണ്. ഒരു സ്ഥലമൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതെ. ഇപ്പോൾ ടൂറിസമായിട്ട് ഇതിന് കണക്ട് ചെയ്യാൻ വലിയ സാധ്യതകളുണ്ട്. കാരണം ഈ ലാൻഡ് റെസ്റ്റോറേഷൻ പോലെ സെൽഫ് സസ്റ്റൈനിങ് ആണ് ടൂറിസം. നമ്മളുടെ പ്രോഡക്റ്റ് നേച്ചർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ടൂറിസം വിൽ സിങ്ക്. നമ്മളത് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസം വിൽ ഫ്ലറിഷ്. അപ്പം അതുകൊണ്ട് ആ നേച്ചർ പ്രിസർവ് ചെയ്യുന്നതിൽ ടൂറിസത്തിൻ്റെ ഓപ്പറേറ്റേഴ്സിനൊരു താല്പര്യമുണ്ട്. നമുക്കതിന് കറക്റ്റായിട്ടുള്ള ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തൽക്കാലം എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മളെ പ്രോഡക്റ്റ് ഒരാളുടെ അടുത്തും പ്രോസസ്സ് വേറൊരാളുടെ അടുത്തുമാണ്. അത് മാറ്റിയിട്ട് നമ്മളുടെ ഈ പ്രോസസ് ഓണേഴ്സിന്, നമ്മളുടെ ടൂർ ഗൈഡുകൾ മുതൽ റിസോർട്ട് ഓണേഴ്സിന് വരെ മെയിനായിട്ടുള്ള നമ്മൾ പ്രോഡക്റ്റിൽ ഒരു സ്റ്റേക്കും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ല, ഈ വേറെ ഒരു പ്രശ്നം അത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രഡീഷണൽ കൺവെൻഷണൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്, ഇപ്പോൾ പുഴയാണെങ്കിൽ തീരം കെട്ടണം, അല്ലെങ്കിൽ ഒരു റിസോർട്ടിന്റെ സൈഡാണെങ്കിൽ അത് കെട്ടിപ്പൊക്കണം എന്നൊക്കെ വരുമ്പോഴത്തേക്ക് എക്കോസിസ്റ്റം ഇതുമായിട്ടുള്ള ഒരു ബന്ധം, അങ്ങനെ ഒരു സാധനം അങ്ങ് വിട്ടുപോകുന്നു. അപ്പോൾ അത് തിരിച്ച് പഴയ പോലെ തന്നെ നിർത്തിക്കൊണ്ട് തിരിച്ച് ചെയ്യുക, അത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണെന്നുള്ള ഒരു സാധനം വരുമ്പോൾ തന്നെ ആൾക്കൊരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വന്നേക്കാം. അതെ, അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രോപ്പർട്ടി റൈറ്റ് വലിയൊരു വിഷയമാണ്. ഈ പലപ്പോഴും നമ്മളുടെ റിസോർട്ട് സിസ്റ്റത്തിൽ കാണുന്നത് ആ റിസോർട്ടുകൾക്കൊന്നും ഒരു ലോങ് ടൈം ആയിട്ടുള്ളൊരു വിഷൻ ഇല്ല. ഏറ്റവും വേഗത്തിൽ ആ പണം തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ ഹൈ റേഞ്ചിലാണെങ്കിൽ ഒരു ഗാർഡ് റോഡ് ഉണ്ടാക്കുന്നതിന് ചില സ്ലോപ്പ് റിക്വയർമെൻ്റ് ഉണ്ട്. അത് ഫോളോ ചെയ്യാതെ ഒരു JCB എടുത്തിട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് ഉണ്ടാക്കിയെടുക്കും. അത് പിന്നെ ലാൻഡ് സ്ലൈഡിലേക്ക് നയിക്കും. പക്ഷെ അതിന് പകരം ഈ ലാൻഡിൽ അവർക്ക് റിസോർട്ട് കെട്ടി അടുത്ത 100 വർഷം ഉപയോഗിക്കാനാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കുകയും അതിനുള്ള ലീഗൽ ബാക്കിംഗ് അവർക്ക് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു കാര്യം, കഴിഞ്ഞ ദിവസം അത് ഐ സോ ദാറ്റ് ഈസ് ബിക്കമിങ് എ ലോ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഈ ലാൻഡ് സാധാരണഗതിയിൽ നമ്മളൊരു ഓയിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു മൈനിങ് ഇൻഡസ്ട്രി ഒരു സ്ഥലത്ത് വരികയാണെങ്കിൽ ദേ വിൽ ഗിവ് ലോട്ട് ഓഫ് ലാൻഡ്. ഈ ലാൻഡിനെ പല ബ്ലോക്കുകളായിട്ട് തിരിച്ച്, ഇപ്പോൾ തമിഴ്നാട്ടിലാണ് ഈ കാവേരി ബ്ലോക്ക്, ആ മൊത്തം ഏരിയ, അപ്പോൾ നമ്മളുടെ വീടൊക്കെ അവിടെ ഉണ്ടാകും, പക്ഷേ ദാറ്റ് എൻറ്റയർ ഏരിയ ഇസ് ഗിവൺ ആസ് എ എക്സ്പ്ലോറേഷൻ ബ്ലോക്ക് ടു ഓയിൽ ഇൻഡസ്ട്രി. അവിടെ അവർ സർവേ ചെയ്യുന്നു. ലാൻഡിൽ അവർക്ക് അധികാരമൊന്നുമില്ല, പക്ഷേ ആ ഏരിയയിൽ സർവേ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിനുശേഷം ഓയിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്മോൾ ഏരിയ മാത്രം മതി അവർക്കത് ഡ്രിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ അവർക്കൊരു സ്ലൈറ്റ്ലി ഇൻഹാൻസ്ഡ് ഓണർഷിപ്പ്, അതും ദാറ്റ് വിൽ ഓൾസോ റിവേർട്ട് ബാക്ക് ടു ദി സൊസൈറ്റി. അങ്ങനെയാണ് അതിന് കൺസെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഒരു റെസ്റ്റോറേഷൻ കൺസെഷൻ ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അടുത്ത 50 വർഷത്തേക്ക് ഈ ഏരിയ റെസ്റ്റോർ ചെയ്യാനുള്ള നിങ്ങളുടെ അവകാശം. അപ്പോൾ ആ റെസ്റ്റോർ ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് അവർക്ക് കിട്ടും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ പീപ്പിൾ വിൽ ബി വില്ലിങ് ടു ഇൻവെസ്റ്റ്. ഇപ്പോൾ നമ്മളുടെ റിവറിൻ്റെ സൈഡുകളുടെ റെസ്റ്റോറേഷനുള്ള അവകാശം, പ്രോപ്പർട്ടിക്കുള്ള അവകാശമല്ല കൊടുക്കുക. അതിൽ നിന്ന് ആ ഏരിയയിൽ ഒരു പ്രോപ്പർട്ടി എൻഹാൻസ്മെൻറ്റ് ഉണ്ടാവുക എന്ന് വെച്ചോ. അപ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് അവർക്ക് കിട്ടുന്ന തരത്തിൽ ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണി വിൽ കം. അത് റിസോർട്ടുകാരാവാം, ഹൗസ് ഹോൾഡ് ആളുകളാവാം. അപ്പോൾ ഞാൻ പലപ്പോഴും എറണാകുളത്ത് പറ്റി ചിന്തിക്കുമ്പോൾ വിചാരിക്കാറുണ്ട്, ലോകത്ത് മിക്കവാറും സ്ഥലങ്ങളിൽ ഒരു വാട്ടർ ഫ്രണ്ടിലുള്ള
പ്രോപ്പർട്ടിക്ക് സാധാരണ പ്രോപ്പർട്ടിക്കും വില കൂടുതലാണ്. ചില സമയത്ത് ടോയ്സ് വരെ ഉണ്ടാകും. എറണാകുളത്തെ കനാലുകളിൽ തിരിച്ചാണ്. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കനാൽ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. വളരെ ഡർട്ടി ആയിട്ട് സ്മെല്ലി ആയിട്ടുള്ളൊരു ഒരു ഡ്രെയിൻ പോലെ അത് പോകുന്നുണ്ട്. തമ്പാനൂർ അടുത്ത് എന്താ അത് എന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഇവിടുത്തെ ഒരു പഴയ ഡ്രെയിനേജ് ആയിട്ട് മാറി. ആക്ച്വലി അതൊരു തോടായിരുന്നു. അതെ, എനിക്ക് തോന്നുന്നത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ചാലയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ ഒരു തോടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ ബ്ലോക്ക് ആയി പോയി. കാരണം അതിന്റെ മുമ്പിൽ കുറെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് വന്നപ്പോൾ അത് ബ്ലോക്ക് ആയി പോയി. ഇത് പലതവണ ഇത് വൃത്തിയാക്കാനായിട്ടുള്ള ശ്രമം വന്നു. ശ്രമം വന്നിട്ട് ഈ അട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂളിനോട് വരുമ്പോൾ നിന്നു പോകും. കാരണം അതിന് അപ്പുറോട്ട് കടക്കാനൊക്കില്ല. ഇപ്പൊ അന്തിമമായിട്ട് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത അട്ടക്കുളങ്ങര സ്കൂൾ 5 ഏക്കറാണ്. അതിൽ 2.5 അടി വെള്ളത്തിൽ ബാക്കപ്പ് ചെയ്യും. അതെ, അപ്പോൾ ഞാൻ എറണാകുളത്ത് വിചാരിച്ചിട്ടുള്ള കാര്യം ഇവിടെ എനിക്ക് പോസിബിൾ ആണെന്ന് അറിയില്ല. ആ പർട്ടിക്കുലർ കനാൽ നന്നായി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു അവകാശം ഒരു മാർക്കറ്റ് ആക്ടറിന് കൊടുക്കുക എന്ന് വെച്ചു. അതിൻ്റെ ഫലമായിട്ട് പ്രോപ്പർട്ടി പ്രൈസ് along will increase, probably it will even double. അങ്ങനെ ഡബിൾ ചെയ്ത പ്രോപ്പർട്ടി ആരെന്ന് ലിക്വിഡേറ്റ് ചെയ്യുന്നു? കാരണം ആ സൈഡിലുള്ള ആളുകൾ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ദ പേഴ്സൺ ഹു ഈസ് ഇൻവെസ്റ്റിംഗ് ഈസ് ദ പേഴ്സൺ ഹു ഈസ് ക്ലീനിങ് ദ റിവർ. അതെന്ന് ലിക്വിഡേറ്റ് ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഒരു വിൻഫോൾ ടാക്സ് ആയിട്ട് ദ ഓപ്പറേറ്റർ ഷുഡ് ഗെറ്റ്, നാച്ചുറലി ദ ഓണർ വിൽ ഓൾസോ ഗെറ്റ്. ആ തരത്തിലൊരു പ്രോപ്പർട്ടി റൈറ്റ് അറേഞ്ച്മെൻറ്റ് അവിടെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വേറെ ഒരു ഇഷ്യൂ ഉണ്ട്. അതിന്റെ കരയ്ക്ക് കുറെ അധികം ഹോട്ടലുകളുണ്ട്. ഈ ഹോട്ടലുകളിൽ പലരും വേസ്റ്റ് അതിലേക്ക് ഇടും. അപ്പൊ ഈ വേനൽക്കാലം ആകുമ്പോൾ ഇത് കുന്നുകൂടി കട്ടിയാവും. മഴ പെയ്ത് കഴിയുമ്പോൾ അത് ബ്ലോക്ക് ആവുന്നതുകൊണ്ടാണ് ഈ ഭാഗത്തെല്ലാം വെള്ളം. പക്ഷെ സാങ്കേതികമായിട്ട് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞത് ഒരു ഫൈനാൻഷ്യലി വയബിൾ മോഡൽ വിച്ച് ഇസ് അട്രാക്റ്റീവ് ടു ക്യാപിറ്റൽ നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ആ റൈറ്റ് നമ്മൾ കൊടുക്കണം. അത് ഈ VSSCയിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ഉണ്ട്. അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് ജീനിയസ് ആണ്. ഒരു പുള്ളി ഇവിടെ കുറെ കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അജിത് കുമാർ എന്ന് പറഞ്ഞാൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനേക്കാൾ ഒരു 10 അടി 15 അടി താഴെയാണ് വഞ്ചിയൂര്. അപ്പൊ ഇവിടെ കിട്ടുന്ന വെള്ളം ഒരു 3-4 മിനിറ്റിനുള്ളിൽ വഞ്ചിയൂര് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ പ്രശ്നം തീരും. അത് ആ ബാലൻസിങ് ആണ്. കാരണം ഇത്രയും താഴെ ഇതുണ്ട്, ഇത് അവിടെ നിന്ന് എത്തിക്കണം. അങ്ങനെ ഒരു മെക്കാനിസം കണ്ടുകൊണ്ടല്ലോ ഇപ്പോഴും നമ്മൾ തോട് വൃത്തിയാക്കിയാൽ ഇതാകും എന്നുള്ളൊരു മട്ടിലാണ് നിൽക്കുന്നത്. അതെ, തോട് വൃത്തിയാക്കുക ഫിസിക്കലായിട്ടുള്ള വൃത്തിയാക്കുക എന്നുള്ളതല്ല, ഹൈഡ്രോളിക് ആയിട്ടുള്ള അതിൻ്റെ ഫ്ലോ സ്റ്റെബിലൈസ് ചെയ്യുക, അതിൻ്റെ എക്കോളജിക്കൽ ആയിട്ടുള്ള ബാലൻസ് തിരിച്ചു കൊണ്ടുവരും. ഇത് രണ്ടും കൊണ്ടുവരാതെ നമ്മൾ ഒരു ഫിസിക്കലായിട്ടുള്ള ട്രെയിനിങ് വർക്കും ഉണ്ട്. അത് ഒരു റിവറും റെസ്റ്റോർ ചെയ്യില്ല. ഈ എറണാകുളത്ത് ഇതേ പ്രശ്നമുണ്ട്. നമ്മൾ എറണാകുളം ടൗണിലേക്ക് കയറുമ്പോൾ ഏറ്റവും കൂടുതൽ വിലയുള്ള ഭൂമി നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷന് ചുറ്റുമുള്ളത് സ്ലമ്മിലും ഒക്കെ മറ്റേ കഴുത്തറ്റം വെള്ളത്തിലും ചെളിയിലും ഒക്കെ നിൽക്കുകയാണ്. അത്ര ഏരിയ നന്നാക്കി എടുത്താൽ തന്നെ ഒരു വലിയ ലാൻഡ് മാസ് ആണ് തീർച്ചയായിട്ടും. അത് പക്ഷേ ആ സ്കെയിലിൽ കാര്യങ്ങളെ കാണുകയും ആ തരം മൈൻഡ് സെറ്റ് കൊണ്ടുവരും വേണം. ഇപ്പോൾ നമ്മളിവിടെ എങ്ങാനും അങ്ങനെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ നമ്മൾ കുത്തകയായി മുതലാളിയായി അങ്ങനെയുള്ള. പക്ഷേ ധാരാവിൽ അവരത് ചെയ്തായിരുന്നു. നമ്മളിപ്പോ ഈ ലോകത്തെ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ രണ്ടുപേരും ഇരിക്കുന്ന സ്ഥലം കേരളത്തിൽ ഈ ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്തായിരിക്കും, അല്ലെ എന്തായിരിക്കും ഇതിന്റെ ഒരു പെർവ്യൂവിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് എന്താണെന്നുള്ളതൊന്ന്. ഞാൻ ഏത് ജോലി ചെയ്യുമ്പോഴും കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ പുതിയ ജോലി കിട്ടിയപ്പോഴും ഐ വാസ് തിങ്കിങ് ദ സെയിം. എന്താണ് കേരളത്തിൽ ലാൻഡ് റെസ്റ്റോറേഷൻ്റെ കോണ്ടെക്സ്റ്റിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? സോ ഐ സ്റ്റാർട്ടഡ് റീഡിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ആദ്യമായിട്ട് ഗുഡ് ന്യൂസാണ്. അതായത് ഇന്ത്യയിലെ ലാൻഡ് ഡിഗ്രഡേഷനിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് സംഭവിക്കുന്നത് കേരളത്തിലാണ്. അതൊരു നല്ല കാര്യമാണ്. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പക്ഷെ വേണ്ടത്ര പഠിക്കപ്പെടാത്തൊരു കാര്യം കൂടി കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. കേരളത്തിലെ ഭൂമിയുടെ ഉപയോഗം ആക്ച്വലായിട്ട് കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ നെൽകൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ പണ്ട് 8 ലക്ഷം ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 ലക്ഷത്തിന് ഹെക്ടർ താഴെ ഉള്ളൂ. ആക്ച്വലായിട്ട് നമ്മുടെ ഭക്ഷ്യസുരക്ഷ കൂടിയിരിക്കുകയാണ്. അതായത് പണ്ട് പട്ടിണി ഉണ്ടായിരുന്നു, ഇപ്പോൾ പട്ടിണിയില്ല. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയും കൃഷിയുടെ ആവശ്യത്തിനുള്ള ഭൂമിയുടെ ആവശ്യം കുറയുകയും ചെയ്തു. അപ്പോൾ ഏതാണ്ട് ഒരു 6 ലക്ഷം ഹെക്ടർ ഭൂമി ഇപ്പോൾ കൃഷിക്ക് ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പറയുന്നതാണല്ലോ കൂടുതൽ നെൽകൃഷി കൂട്ടണമെന്നെല്ലാം. അതിൽ തന്നെ ലെറ്റ്സ് സേ 1 ലക്ഷം ഹെക്ടർ പലതരത്തിൽ നികത്തിപ്പോയി എന്ന് പറഞ്ഞാൽ പോലും ഒരു 5 ലക്ഷം ഹെക്ടർ ഭൂമി അത് നമ്മൾ എവിടെ യാത്ര ചെയ്യുമ്പോഴും കാണാം. എല്ലായിടത്തും ഭൂമി ഇങ്ങനെ കിടക്കുകയാണ്. ഒരു പരിധി വരെ അത് സ്വാഭാവികമായിട്ട് റെസ്റ്റോർ ചെയ്യപ്പെടുകയാണ്. കാരണം അതിൽ നമ്മൾ ആക്റ്റീവായിട്ടൊന്നും ചെയ്യുന്നില്ല. കരഭൂമി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പണ്ട് നമ്മൾ കൃഷി ചെയ്തിരുന്ന എല്ലാ പറമ്പിലും എന്തെങ്കിലും കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇല്ലാതെയായിട്ട് ഓൾമോസ്റ്റ് ഓൾ, നോട്ട് ഓൾമോസ്റ്റ് ഓൾ, പക്ഷേ ലോട്ട് ഓഫ് ലാൻഡ് നമ്മളുടെ ബാക്ക് യാർഡ് ഗാർഡൻസ് ആണെങ്കിൽ പോലും വലിയ എസ്റ്റേറ്റുകളാണെങ്കിൽ പോലും
പഴയതുപോലെ വയബിൾ അല്ലാത്ത കാരണം നാച്ചുറലായിട്ട് അതങ്ങനെ നിൽക്കുകയാണ്. പ്രകൃതി അതിലേക്ക് ഇൻ എ വേ ഇൻവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഇതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു റെസ്റ്റോറേഷൻ്റെ ഫ്രെയിമിംഗ് എന്ന് പറയുന്നത് മറ്റുള്ള സ്ഥലത്തെ റെസ്റ്റോറേഷൻ ഫ്രെയിമിംഗ് അല്ല. മറ്റൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ടുള്ളൊരു ഡിഗ്രഡേഷൻ നടക്കുന്നു, അതിനെ സ്റ്റോപ്പ് ചെയ്ത് റിവേഴ്സ് ചെയ്യണമെന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല, ആ സ്റ്റോപ്പിംഗ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിലെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ, ഒന്നാമത് ഈ അധിനിവേശ സസ്യങ്ങളുടെ ഒരു കടന്നുകയറ്റമുണ്ട്. ഈ നാച്ചുറലായിട്ട് റെസ്റ്റോർ ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ചു വരുമ്പോൾ ആദ്യം കടന്നു കയറുന്നത് അധിനിവേശ സസ്യങ്ങളാണ്. അവർക്കാണ് അതിൻ്റെ ഏറ്റവും അഗ്രസീവായിട്ട് വരുന്നത്. അത് മറ്റുള്ള ഇതിനെല്ലാം തകർക്കുന്നു. സ്വാഭാവികമായിട്ടുള്ള ഒരു എക്കോസിസ്റ്റത്തെ അത് ഇല്ലാതെയാക്കുന്നു. പലപ്പോഴും ഇപ്പോഴും നമ്മളുടെ മൈൻഡ് സെറ്റ് ഒരു ലോക പരിസ്ഥിതി ദിനം വരുന്നു, എന്നാൽ പോയി 4 മരം നട്ടുപിടിപ്പിച്ചേക്കാം എന്നുള്ളതാണ്. ഈ പ്രകൃതിയെ ശരിക്കും അറിയാത്ത തരത്തിലുള്ള പ്രകൃതി സ്നേഹം വരുമ്പോൾ ഒരു മരം വെട്ടുന്നത് ഭയങ്കരമായുള്ളൊരു കുറ്റകൃത്യമാണെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകും. കേരളത്തിൽ ഇപ്പോൾ വാസ്തവത്തിൽ മരം വച്ചുപിടിക്കുന്നതിലും കൂടുതൽ ആവശ്യം ഇതുപോലുള്ള അധിനിവേശ സസ്യങ്ങളെ പിഴുതുമാറ്റുകയും വെട്ടിമാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇത് അത്ര എളുപ്പമല്ല. ഒരു സ്കൂളിൽ പോയിട്ട് കുട്ടികളോട് ഈ തവണത്തെ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേക്ക് നമുക്ക് പോയി 4 മരം വെട്ടി കളയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടോട്ടലി സ്കാൻഡലസ് ആകും. പക്ഷേ കേരളത്തിൻ്റെ റെസ്റ്റോറേഷൻ വേണമെങ്കിൽ നമ്മൾ ആദ്യം ഇന്ന് കൺട്രോൾ ചെയ്യുന്നത് അധിനിവേശ സസ്യങ്ങളെ കൺട്രോൾ ചെയ്യാം. രണ്ടാമത്തത്, ഭൂമി പലയിടത്തും ഇങ്ങനെ വേക്കൻ്റായി കിടക്കുന്നുണ്ടെങ്കിലും അത് തുണ്ടായിട്ടാണ് കിടക്കുന്നത്. ഒരു എക്കോളജിക്കൽ കണ്ടിന്യൂറ്റി അവിടെ ഇല്ല. ഓണർഷിപ്പ് ഡൈവേഴ്സ് ചെയ്ത് പോയതുകൊണ്ടുള്ള കാര്യമാണ്. ഭൂമിക്ക് വില കൂടിയതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. അതായത് ഭൂമിയെ ഒരു തരത്തിലും 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കില്ല. അത് സ്വാഭാവികമായിട്ട് കാട് കയറി പോയി വരും. പക്ഷെ അതിനെ ഒരു എക്കോളജിക്ക് പോലും ഇപ്പൊ പലരും ഇങ്ങനെ പറയാറുണ്ട്, ആ 3 ഏക്കർ എന്റെ അപ്പൂപ്പൻ ഒരു സ്കൂളിന് വിട്ടുകൊടുത്താൽ ഇപ്പോൾ അതെ. പക്ഷെ ആ ഒരു രീതി 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കുന്ന രീതിയില്ല. അപ്പോൾ ഇങ്ങനെ ഡൈവേഴ്സ് ആയിട്ട് ഫ്രാഗ്മെന്റഡ് ആയി കിടക്കുന്ന ഒരു ഭൂമിയിൽ എങ്ങനെയാണ് ഒരു റെസ്റ്റോറേഷൻ പോളിസി കൊണ്ടുവരുന്നത് എന്നുള്ളതും ഒരു വിഷയമാണ്. കേരളത്തിൽ നമുക്ക് ഈ വലിയൊരു പ്രശ്നം തോന്നിയിരിക്കുന്നത് ശരിയാണോന്ന് അറിയാമോ, ഒന്നീ മോണോക്രോപ്പ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി. നമ്മൾ തെങ്ങൽ തുടങ്ങി റബ്ബർ, കശുമാവ് എല്ലാം നമ്മുടെ മോണോക്രോപ്പാണല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് കേരളം മുഴുവൻ ഈ ഒരു സ്ഥലത്ത് ഒരു ഇതെന്നുള്ള, അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഇല്ലാതാകുന്ന ഒരു പ്രക്രിയ സ്വാഭാവികമായിട്ട് വന്നു. രണ്ടാമതൊന്നൊരു സാധനത്തിൽ ഇപ്പോൾ നമ്മൾ ഈ നഴ്സറികളിൽ ഒത്തിരി ചെടി കാണുന്ന പലതും എക്സോട്ടിക്കാണ്. അപ്പോൾ ഇത് ശരിക്കും വീണ്ടും നമ്മൾ എക്സോട്ടിക് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ എക്സോട്ടിക്കും ഇൻവേസീവും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസാണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഇന്ന് ഓൾമോസ്റ്റ് നമ്മളുടെ എക്കോളജിയുടെ ഭാഗമായിട്ട് കാണുന്ന പലതും, ഇപ്പോൾ റബ്ബറാണെങ്കിലും കശുമാവാണെങ്കിലും കപ്പയാണെങ്കിലും ഇതെല്ലാം എക്സോട്ടിക് നാച്ചുറലൈസ് ചെയ്യപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഈ നഴ്സറിയിൽ കൂടെ വരുന്ന ഒരു ഇൻവേസീവ് സ്പീഷീസിൻ്റെ ഒരു സ്പ്രെഡുണ്ട്. നഴ്സറികൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ലൈസൻസിങ് സംവിധാനമില്ല. നഴ്സറികളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് എക്കോളജിയെ പറ്റിയോ ബയോളജിയെ പറ്റിയോ ബയോഡൈവേഴ്സിറ്റിയെ പറ്റിയോ യാതൊരു അറിവുമില്ല, അങ്ങനെ ഒരു നിർബന്ധവുമില്ല. അതുകൂടാതെ ഇപ്പം നമ്മളുടെ ചുറ്റും കാണുന്ന സ്വാഭാവികം ഈ ഫിസിക്കൽ നഴ്സറികൾ കൂടാതെ വലിയൊരു ഓൺലൈൻ നഴ്സറി സംവിധാനം ഇപ്പോൾ ഉണ്ട്. അതൊരു പാൻ ഇന്ത്യ സംവിധാനമാണ്. ഇപ്പോൾ മണിപ്പൂർ എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ നാഗാലാൻഡ്, അല്ലെങ്കിൽ പഞ്ചാബ്, അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ, അവിടെയുള്ള ഏതെങ്കിലും ഒരു സ്പീഷീസ് ആകാം, അത് അവിടുത്തെ എക്കോളജിക്ക് ചേർന്നാവാം. അത് നമ്മൾ ഇൻ്റർനെറ്റിൽ കാണുന്നു, ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നു, ഭയങ്കര ഭംഗിയായി. ഒരു മെസ്സേജ് അയച്ചു 2 ദിവസം കഴിയുമ്പോൾ ചെടി ഇവിടെ വരുന്നു. ചെടി മാത്രമല്ല, ഇപ്പം മൃഗങ്ങളും കൂടെ വരുന്നുണ്ട്. ചെറിയ ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ബ്രദർ പറയായിരുന്നു, ചെറിയ മലമ്പാമ്പ് ആളുകൾ പെറ്റായിട്ട് വളർത്തുന്നുണ്ട്. അപ്പോൾ ഇതിലേതൊക്കെ എക്സോട്ടിക് ആണ്, ഏത് ഇൻവേസീവ് ആണെന്നുള്ളതിനെ പറ്റി ഒരു അറിവ് നമുക്കില്ല. എന്ത് വരുന്നു എന്നുള്ളതിൻ്റെ സംവിധാനമില്ല, എവിടെ പോകുന്നു എന്നുള്ള അറിയാനുള്ളൊരു സംവിധാനമില്ല. ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അടുത്തൊരു 10-20 വർഷത്തിലായിരിക്കും. അപ്പോൾ നമ്മളുടെ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഫാമൊന്നും ടെൻഡ് ചെയ്യുന്നില്ല. ഇതുപോലുള്ള ഇൻവേസീവിനെ അതിലേക്ക് ഇറക്കി വിടുന്നത് നമ്മളുടെ എക്കോളജിയെ ടോട്ടലായിട്ട് അണ്ടർമൈൻ ചെയ്യാൻ സാധ്യത. കേരളത്തിൽ ഇപ്പൊ തന്നെ 3 സാധനങ്ങൾ പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞു. ഒന്ന് സെന്ന, മറ്റേ മഞ്ഞക്കൊന്ന, പിന്നെ സുബാബുൾ ഒരു തൈ നിന്ന് ഇപ്പൊ കർണാടകത്തിലൊക്കെ ഉണ്ട്. അത് ആക്ച്വലി കാലിത്തീറ്റ വെച്ചു കൊടുത്തി ഇപ്പൊ അത് ആ പ്രദേശം മുഴുവൻ. മൂന്നാമത്തെ നമ്മുടെ ഈ റബ്ബർ തോട്ടത്തിലെ പയർ. അതെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ധൃതരാഷ്ട്രപ്പച്ച എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ അതായിട്ട് വരുന്നത്. മറ്റേതിന് രാക്ഷസൊക്കൊന്ന സെന്നയ്ക്ക് പറയുന്നത്. അത് ഇതെല്ലാം വളരെ സ്കെയിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ
അത് റീച്ച് ചെയ്യാത്ത ഒരു സബ് ഒപ്റ്റിമൽ ആയിട്ടുള്ള അനവധി കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ വിദേശത്ത് പോലും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലുള്ള ചില നഴ്സറികളിൽ ആമസോണിലുള്ള മീനുകൾ വരെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇപ്പം നമ്മൾ പലപ്പോഴും ഒരു ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കില്ല. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് അമേരിക്കയിൽ ഒരു വീട്ടിലെ അക്വേറിയത്തിൽ ഉണ്ടായിരുന്ന ഒരു മീൻ അവിടെ നിന്ന് ഒരു കായലിലേക്ക് വീണ് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ ഇന്ന് അത് വലിയൊരു എക്കോളജിക്കൽ പ്രശ്നമായി മാറി. ജസ്റ്റ് ഫ്രം 2 ആ തരത്തിലാണ് അതിന്റെ സ്കെയിലും. നമുക്ക് ഇവിടെ സംഭവിച്ചു 2019 വെള്ളപ്പൊക്കത്തില് പലയിടത്തും ഈ ഇങ്ങനെയുള്ള മീനുകൾ തോട്ടിലേക്ക് ഇറങ്ങി. അപ്പൊ തോട്ടിൽ എന്താ സംഭവിക്കുന്നുള്ള ഇനിയിപ്പം 4 വർഷം അറിയാൻ. അപ്പൊ കേരളത്തില് ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യം വേണ്ടത് നമ്മളുടെ ലാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വിൽപ്പന വസ്തു എന്നുള്ളൊരു തരത്തിലാണ് ഇന്ന് ലാൻഡിനെ നമ്മൾ മലയാളികൾ കാണുന്നത്. നമ്മളുടെ ഇൻഷുറൻസ് സ്കീമും നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം ഭൂമിയാണ്. അത് വാസ്തവത്തിൽ മാറണം. അത് പ്രായോഗികമായിട്ട് മാറുകയും ചെയ്യും. കാരണം ലാൻഡിന് ഇപ്പോൾ വില ഇല്ലാത്തൊരു സ്ഥിതി ആണ് ആക്ച്വലായിട്ടുള്ളത്. ഒരു 2 ഏക്കറിന് മുകളിലുള്ളൊരു ലാൻഡ് പ്ലോട്ട് ഒരു അല്പം അർബൻ ഏരിയയിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിൽക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വാല്യൂ ഇല്ല. കാരണം അതിൽ ഒരു കൃഷി ചെയ്തുണ്ടാകുന്ന ലാഭം കൊണ്ട് ആ ലാൻഡിൻ്റെ ക്യാപിറ്റൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കേരളത്തിൽ എവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കാണും. പക്ഷേ ആളുകൾക്ക് ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള കാരണം ദാർ റീറ്റെയിനിങ് ഇറ്റ്. അപ്പോൾ അത് വിട്ട് ലാൻഡിൻ്റെ എന്താണോ ഒരു എക്കോളജിക്കൽ പ്രൊഡക്ഷൻ ഫങ്ഷൻ അതിലേക്ക് റിവേർട്ട് ചെയ്യാനുള്ളൊരു സോഷ്യൽ മൈൻഡ് സെറ്റ് നമുക്കുണ്ടാകണം. അത് നമ്മൾ ആ കസ്പിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ ലാൻഡിന് വാല്യൂ ഇല്ല, ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് വളരെ വേഗം ഒരു ആളുകൾക്ക് മനസ്സിലാകും. ആ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ഈ ലാൻഡ് പ്ലോട്ടുകൾ അഗ്രിഗേറ്റ് ചെയ്ത് എക്കോളജിക്കലായിട്ട് റെസ്റ്റോർ ചെയ്യുന്നതിൻ്റെ അർത്ഥം പലപ്പോഴും മരങ്ങൾ പിഴുതുമാറ്റുകയായിരിക്കണം, മരങ്ങൾ വയ്ക്കുകയായിരിക്കില്ല എന്നുള്ള തരത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തെ കൂടുതൽ മനോഹരമായി, കൂടുതൽ സ്വാഭാവികമായി, കൂടുതൽ പ്രൊഡക്റ്റീവായി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ റിവറുകളെല്ലാം തന്നെ റെസ്റ്റോർ ചെയ്യാനുള്ളൊരു സാഹചര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ പഴയതുപോലെ നമുക്ക് ഇറിഗേഷൻ വാട്ടറിൻ്റെ ആവശ്യമില്ല. നമ്മൾ കൃഷി കുറഞ്ഞു വരികയാണല്ലോ. അപ്പോൾ ഇറിഗേഷന് വേണ്ടി ഉണ്ടാക്കിയ ഡാമുകൾ ഇനി അതുപോലെ നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ യൂറോപ്പിലെല്ലാം പുതിയ യൂറോപ്യൻ യൂണിയൻ പോളിസി അനുസരിച്ച് 300,000 കിലോമീറ്റേഴ്സ് ഓഫ് റിവർ റീഓപ്പൺ ചെയ്യുകയാണ്. പണ്ടുണ്ടായിരുന്ന ഡാമുകൾ പൊളിച്ച് കളയുകയാണ്. ഇന്ന് നമ്മളിത് പറയുമ്പോൾ അതൊക്കെ ഭയങ്കര ഫാർ ഫെസ്റ്റായിട്ട് തോന്നും. പക്ഷേ അങ്ങനെയല്ല. ഇതെല്ലാം കേരളത്തിലും സംഭവിക്കും. സോളാർ മൊത്തമായി എനർജിയുടെ ഫണ്ടമെൻ്റൽ സോഴ്സ് ആവുന്ന ഒരു കാലത്ത് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി നമ്മൾ ഡാം ഉണ്ടാക്കി വെക്കേണ്ട കാര്യം ഉണ്ടാവില്ല. നമ്മളുടെ ഡാമുകളെല്ലാം ഉണ്ടാക്കിയത് പരിസ്ഥിതിയായിട്ട് യാതൊരു ചിന്തയും ഇല്ലാതെയാണ്. ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ ഇന്ന് ഒരു റിവറിൻ്റെ എക്കോളജി മനസ്സിലാക്കി ഒരു ഡൗൺ സ്ട്രീമിലുള്ള ഫിഷിന് മുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഫിഷ് ലാഡറൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഡാം ഉണ്ടാക്കുന്നത്. നമ്മളുടെ പെരിയാർ ഇടുക്കിയിൽ ഡാം ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഡാം ഉണ്ടാക്കി അന്ന് ആ കംപ്ലീറ്റ് റിവർ സ്ട്രെച്ച് ഈസ് ലൈക്ക് നോട്ട് എക്സിസ്റ്റിംഗ് എനിമോർ. അത് ഇപ്പം ഞാൻ കഴിഞ്ഞ ഫ്ലഡിന് ശേഷം പോയിരുന്നു. അവിടെ തെങ്ങും മാവും നട്ടിരിക്കുകയാണ്. പണ്ട് റിവറായിരുന്ന സ്ഥലത്ത് ആ കാലം മാറി തിരിച്ച്. അപ്പോൾ ഇതൊന്നും ഒരു റൊമാൻറ്റിക് ആയിട്ട് പറയുന്ന കാര്യമല്ല, സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതിനെ ഒരു പോളിസി വെച്ച് എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ലാൻഡ് രജിസ്ട്രേഷൻ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ചെറിയൊരു ധാരണ ഇതിനെക്കുറിച്ച് ഉണ്ടെന്നല്ലാതെ ഇത്ര വിപുലമായൊരു അർത്ഥവും ഇത്ര വ്യാപകമായ ഒരു പ്രയോഗ സാധ്യതയും അതിനുണ്ടെന്ന് അറിയില്ലായിരുന്നു. എന്തായാലും അത് വിശദീകരിച്ചു തന്നതിന് നന്ദി. നമുക്ക് ഇത് ഒരുപാട് ആൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു സംഗതിയാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു ദിവസമൊക്കെയായിട്ടാണ് തിരുവനന്തപുരത്ത് എത്തിയത്. ഇന്നലെ രാത്രി എത്തി, ഇന്ന് രാത്രി പോവുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇന്നലെയാണ് ഇങ്ങനെ ഒരു ആവശ്യം പറയുന്നത്. അപ്പോൾ ഇത്രയും ചെറിയൊരു പീരീഡിൽ നമ്മുടെ ഈ ആവശ്യം അംഗീകരിച്ച് ഇവിടം വരെ വരികയും ഇത് വളരെ ദുർഘടം പിടിച്ചൊരു സ്ഥലമാണ്. മനോഹരമാണെങ്കിൽ ഇവിടെ എത്തിച്ചേരാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെയ്യുകയും ചെയ്തതിൽ ഒരു അതിയായ സന്തോഷമുണ്ട്. വളരെ താങ്ക് യു ഹരി. ഇതുപോലെ വളരെ മനോഹരമായൊരു സ്ഥലത്ത് തന്നെ ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്തതിൽ ഒരു സന്തോഷമുണ്ട്. തിരുവനന്തപുരത്ത് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമുണ്ട് എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഹോപ്പ്ഫുള്ളി ഈ ഇൻ്റർവ്യൂവിന് ശേഷം ധാരാളം ആളുകൾ ഇവിടെ വരും എന്ന് പ്രതീക്ഷിക്കാം. ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തതിന് നന്ദി. താങ്ക് യു.